സന്ദർശക വിസയിൽ എത്തുന്നവർ തൊഴിൽ നേടി വർക്ക് പെർമിറ്റ് വിസയിലേക്ക് മാറുന്ന പ്രവൃത്തി തടഞ്ഞ് ബഹ്റൈൻ അധികൃതർ. വിസിറ്റ് വിസയിലെത്തി വർക്ക് പെർമിറ്റ് വിസയിലേക്ക് നിരവധി പേർ മാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ അറിയിപ്പ്. നിയമം ലംഘിക്കുന്നവർക്ക് കർശന വിലക്കാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ പ്രവാസികളാണ് ഇത്തരത്തിൽ വിസിറ്റ് വിസയിൽ രാജ്യത്തെത്തി ജോലി കണ്ടെത്തി വർക്ക് വിസയിലേക്ക് മാറുന്നത്. നിലവിൽ ബഹ്റൈൻ വർക്ക് പെർമിറ്റ് വിസ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. ബഹ്റൈൻ എൻട്രി വിസ നിയമത്തിന്റെ ആർട്ടിക്കിൾ 4 പ്രകാരമാണ് പുതിയ നിയമത്തിൽ മാറ്റം വന്ന റിപ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാഷണാലിറ്റി, പാസ്പോർട്ട്, റെസിഡൻസ് അഫയേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ നിയമം അനുസരിച്ച് വിസിറ്റിംഗ് വിസയിൽ എത്തുന്നവർക്ക് വർക്ക് വിസകളിലേക്കോ അല്ലെങ്കിൽ ഫാമിലി വിസയിലേക്കോ മാറാൻ സാധിക്കില്ല. ഇനി അഥവാ മറ്റു വിസയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അധിക ഫീസ് ഈടാക്കുന്നതായിരിക്കും. രാജ്യത്തേക്ക് വിദേശികൾ പ്രവേശിക്കുമ്പോൾ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും എന്താണെന്നുള്ള ഓരോ വിവരങ്ങളും സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അതനുസരിച്ച് വേണം ഇനി വിസ എടുക്കാൻ. ഈ ഒരു നിയമം കൊണ്ടുവരാനുള്ള പ്രധാന കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഒരുപാട് ആളുകൾ ബഹ്റൈനിലേക്ക് ജോലി അന്വേഷിച്ചു വരുന്നുണ്ട്. ജീവിത ചെലവ് കുറഞ്ഞത് കാരണമാണ് ആളുകൾ കൂടുതലും ബഹ്റൈനിൽ ജോലിക്കായി വരുന്നത്. ഇത് മാത്രമല്ല, ബഹ്റൈൻ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ നൽകുക, രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുക, ബഹ്റൈൻ പൗരന്മാർക്ക് തൊഴിൽ നൽകുന്നതിന് മുൻഗണന നൽകുക എന്നീ ലക്ഷ്യം വെച്ചുമാണ് ഈ നിയമം നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ബഹ്റൈൻ വിസയിലുള്ളവർ ഈ പുതിയ നിയമം ശ്രദ്ധിക്കുകയും നിങ്ങളുടെ വിസയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൈവശം വെക്കേണ്ടതുമാണ്.